മാവിലാരോ എറിയുണ്ട്. ഞാൻ പറമ്പിലൊന്ന് നോക്കിട്ട് വരാം. വെറുതെ തോന്നിയതാവും. കുറച്ചു നേരം കൂടി കിടന്നോളൂ. നിനക്ക് ചെവി കേൾക്കാണ്ടായിരിക്കണം. ആരോ എറിയുണ്ട്. ശബ്ദം ഞാൻ കേട്ടു. ആരാത്? ആരോ തൊടിയിലെന്നല്ലേ ചോദിച്ചേ? ഈ അസനീകർ എവിടുന്ന് വന്നു? കണ്ണിമാങ്ങ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഓരോന്നും ഉണ്ടാവുന്നുള്ളൂ. അതെറിഞ്ഞ് വീഴ്ത്താന്ന് വെച്ചാ നോക്ക്. നീ കാക്കില്ല കാക്കില്ല എന്ന് പറഞ്ഞ ഒട്ടുമാവില്ലേ, അത് ആദ്യം പൂത്തിരിക്കണു. മതിലും വേലിയൊന്നും ആടുകളൊക്കെ ഒരു പ്രശ്നമല്ല. ആ കാളിക്കുട്ടരോടത്തെ ആടുകളാ. അവളോടെ കെട്ടിയിട്ട് തീറ്റാൻ പറയണം. അല്ലാതെ കണ്ടവരുടെ പറമ്പിലേക്ക് കേറിക്കോട്ടെ വെച്ചിട്ട് അഴിച്ചു വിടല്ല വേണ്ടതേ. എന്താ ഒന്നും മിണ്ടാത്തെ? ചെവി കേൾക്കണ്ടോ? അതിനവൾക്ക് മാത്രല്ല ആടുകള്. അതാ അവള് പറയണേ. അപ്പൊ ചെവിക്ക് കുഴപ്പമില്ല. എനിക്ക് സംശയം തോന്നണേ. ഏത് നേരം നിർത്താണ്ടങ്ങനെ വർത്താനല്ലേ? അങ്ങോട്ട് പറയാൻ ഇട കിട്ടണ്ടേ? ഒരു കക്കരി നീ പൊട്ടിച്ചോ? എന്തിന്? കണ്ടപ്പോ ഒരു പൂതി തോന്നി ഒരെണ്ണം പൊട്ടിച്ചു നിന്നു. അങ്ങനെ വരാലോ. സത്യം പറഞ്ഞോ? ഞാനെന്താ ചെറിയ കുട്ടിയാ? ചെറിയ കുട്ടികളുടെ സ്വഭാവം എപ്പോഴും ഉണ്ട്. ഇന്നലെ കൃത്യമായിട്ട് 8 എണ്ണം ഞാൻ കണ്ടതല്ലേ. എണ്ണിപ്പോ തെറ്റിയതാവും. എനിക്ക് കണക്ക് ഒരിക്കലും തെറ്റില്ല. റിട്ടയർ ചെയ്തിട്ടും പിന്നെയും 3 കൊല്ലം എസ്റ്റേറ്റ് ഓഫീസിൽ നിർബന്ധിച്ച് നിർത്തിയെന്തോണ്ടാ? കണക്കിന്റെ ബലം. ഇന്നൊരു കക്കരി കട്ടോൻ നാളെ പലതും കക്കാൻ കയറും. ആ പറമ്പിലാണോ രണ്ടാളും? വേണ്ട, അവിടെ നിന്നാ മതി രാമൂട്ടി. ഞാൻ പലതും കുത്തിയിട്ടുണ്ട്. അതൊക്കെ ചവിട്ടി നാശാക്കണ്ട. നീ അതുങ്ങൾ മേടിച്ചോ. മാസിക മാത്രമേ ഉള്ളൂ, കത്തൊന്നുമില്ല. മക്കള് കത്തെഴുതിൽ നിർത്തിയില്ലോ. ഫോൺ വെച്ചാ തെറ്റ്. ആരും കത്തെഴുതില്ല. ഫോണും ഒരു ഉപകാരമല്ലേ, അത്യാവശ്യത്തിന് വിളിക്കാലോ. ഒരു കത്ത് വായിക്കുന്ന രസം ഫോണിൽ പറഞ്ഞാൽ കിട്ടുമോ? രാധയുടെ കത്തിൽ മുമ്പൊക്കെ പൂച്ച വെച്ചതും പായസം വെച്ചതും ഒക്കെ ഉണ്ടാവും. കേശു ഓഫീസിലെ പുരുഷകളും കള്ളത്തരങ്ങളും ഒക്കെ വിസ്തരിച്ചെഴുതും. ചായ കുടിച്ചിട്ട് പോയാൽ മതി രാമൂട്ടി. ഏത് ഭാഗത്താ മതിലിയാടണമെന്ന് അറിയണല്ലോ. ഉപദ്രവം തന്നെ എന്നും. കുട്ടികള് പറയണ പോലെ പെട്ട വിലയ്ക്ക് കൊടുത്തിട്ട് അവരുടെ ആരുടെങ്കിലും കൂടെ പോയിരുന്നാലോ എന്ന് ഇടയ്ക്ക് തോന്നും. ആവശ്യക്കാർ പലരും ഉണ്ട്. അസല് വില കിട്ടും. പറയേണ്ട താമസം. നിക്കട്ടെ, അത്രയ്ക്കായിട്ടില്ല. അറ്റ കൈക്ക് അതും വേണ്ടി വരുന്ന ഞാൻ പറഞ്ഞത്. രാമൻകുട്ടി വരൂ. ചായ വേണ്ട, 10-20 വീട് കൂടി കയറാനുണ്ട്. ഇങ്ങടുവാ, ഇത് ജാനുവയുടെ വീട്ടിൽ കൊടുക്ക.